യുഎഇയുടെ കിഴക്കൻ എമിറേറ്റായ ഫുജൈറയിൽ നിന്ന് കേരളത്തിലേക്ക് ദിനംപ്രതിയുള്ള സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് ഇൻഡിഗോ. പ്രവാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു സർവീസ് ആയിരിക്കും ഇത്. ആ റിപ്പോർട്ട് കാണാം. ഫുജൈറ വിമാനത്താവളത്തിലെ റൺവേയിലൂടെ വാട്ടർ സല്യൂട്ട് സ്വീകരിച്ചു വരുന്നത് ഒരു വിമാനം മാത്രമല്ല, യുഎഇയിലെ കിഴക്കൻ എമിറേറ്റിലെ പ്രവാസികളുടെ പ്രതീക്ഷ കൂടിയാണ്. കേരളത്തിൽ നിന്ന് നേരിട്ടുള്ളൊരു വിമാനം. ഏറെക്കാലമായി അവരിങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിട്ട് അതാണ് യാഥാർത്ഥ്യമാകുന്നത്. കണ്ണൂരിൽ നിന്നും മുംബൈയിൽ നിന്നും ഫുജൈറയിലേക്കുള്ള പ്രതിദിന വിമാന സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ സർവീസാണിത്. നമ്മുടെ പിന്നിൽ കാണുന്നത് മുംബൈയിൽ നിന്ന് ഫുജൈറ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇൻഡിഗോ വിമാനമാണ്. ഒമാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഫുജൈറ എമിറേറ്റിൽ ജോലി ചെയ്യുന്നത് 80,000-ലേറെ ഇന്ത്യക്കാരാണ്. അതിൽ ഭൂരിഭാഗവും മലയാളികൾ. അവരിൽ മിക്കവരും നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രക്ക് ആശ്രയിക്കുന്നത് ദുബൈ, അബുദാബി വിമാനത്താവളങ്ങളെയാണ്. തങ്ങളുടെ സ്വന്തം വിമാനത്താവളത്തിൽ നിന്ന് ദിവസവും കേരളത്തിലേക്ക് സർവീസ് ആരംഭിച്ചതോടെ ആഹ്ലാദത്തിലാണ് പ്രവാസികൾ. ഫുജൈറയിൽ നിന്ന് കണ്ണൂരിലേക്കും മുംബൈയിലേക്കുമാണ് ബജറ്റ് എയർലൈനായ ഇൻഡിഗോ സർവീസുകൾ ആരംഭിച്ചത്. മുംബൈയിൽ നിന്നെത്തിയ ആദ്യത്തെ വിമാനത്തിന് വിമാനത്താവള അധികൃതരും ഇൻഡിഗോ ജീവനക്കാരും ചേർന്നൊരുക്കിയത് ഗംഭീര സ്വീകരണം. ദുബൈ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ തന്നെ ഈ ആഹ്ലാദത്തിന് സാക്ഷിയാകാനെത്തി. Vice Chairman of UAE Civil Aviation Authority, who is also the Chairman of Fujairah Civil Aviation Department, was telling that this is a re-establishment of the connect between India and Fujairah after almost couple of decades. There used to be an Indian Airlines flight which got disconnected. But now in the present day and age, when the Indian diaspora in UAE is almost 4.36 million, we have grown, we have doubled in the past decade almost. This is the right time to re-establish this connect which was existing between India and Fujairah. I'm very glad that Kannur and Mumbai are the first destinations. Mumbai, we know, has been the historical connect, and Kerala has been of late the driver of the connect between India and UAE. These two geographies being connected to Fujairah is a special indication, and in my estimation, we would be seeing more connectivity being established between India and UAE in general, as well as Northern Emirates and India in particular. അറബിക്കടലിന്റെ റാണി എന്നാണ് ഫുജൈറ അറിയപ്പെടുന്നത്. കടലും അതിനതിരിടുന്ന മലനിരകളും ഈ എമിറേറ്റിനെ മനോഹരിയാക്കുന്നു. ഫുജൈറയുടെ അനന്തമായ ടൂറിസം സാധ്യതകളിലേക്ക് കൂടിയാണ് ഈ വിമാന സർവീസ് പറന്നിറങ്ങുന്നതെന്ന് പറഞ്ഞു ഫുജൈറ സിവിൽ ഏവിയേഷൻ അധികൃതർ. Fujairah Airport will not only serve the east coast of UAE, it will serve the entire UAE. And today, for example, we have a lot of passengers coming from different cities within UAE. And again, we are the nearest airport to Sultanate of Oman, and there's so many travels from Oman comes to Fujairah. ദുബൈ, അബുദാബി തുടങ്ങിയ മറ്റു എമിറേറ്റുകളിൽ നിന്ന് യാത്രക്കാർക്കായി സൗജന്യ ഷട്ടിൽ ബസ് സർവീസിന്റെ വിവരങ്ങളും അദ്ദേഹം പങ്കുവച്ചു. What we have done, we have provided free shuttle from Dubai, from Sharjah, Ajman, Ras Al Khaimah, Al Quwain, major cities within UAE, free shuttles to the airport. Plus, our partners in Indigo, they showed us that they will be giving a very competitive ticket rate. And as well, I would like to disclose the good news from Free Zone. Our Free Zone, we are offering 20% discount on Indigo flight. 1980 മുതൽ ഫുജൈറയുടെ മിടിപ്പറിയുന്ന മലയാളി സാമൂഹ്യ പ്രവർത്തകൻ പുത്തൂർ റഹ്മാൻ പ്രവാസി യാത്രകളുടെ ചരിത്രം പങ്കുവച്ചു. ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് ഫുജൈറയിലേക്ക് ഒരു വിമാന കമ്പനിയുടെ പ്രതിദിന സർവീസ് എത്തുന്നതെന്ന് അദ്ദേഹം ഓർത്തെടുത്തു. 1992-93 കാലത്ത് തോണ്ട് ഇന്ത്യൻ എയർലൈൻസ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു കപ്പിൾ മന്ത്സ്, കുറച്ച് മാസങ്ങളോളം ഞാൻ സ്റ്റോപ്പ് ചെയ്യുക ചെയ്തു. ആക്ച്വലി ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്, ഇപ്പോൾ ന്യൂ സ്റ്റാർട്ടാണ്. ഇപ്പം അവർ കണ്ണൂർക്ക് തുടങ്ങി. വിത്തിൻ 2-3 മന്ത്സിൽ അവർ പറയുന്നത് കോഴിക്കോട്ടേക്ക്, അതുപോലെ മറ്റ് പിന്നെ കൊച്ചി പോലത്തെ സെക്ടറിലോട്ട് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യൻ എയർലൈൻസും ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പിന്നിലൂടെ ഇനി വരാൻ പോകുന്നു എന്ന് കേട്ടു. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ സ്റ്റാർട്ടായിരിക്കും. ഇതിലൊക്കെ ഇത് വലിയൊരു ബൂമിംഗ് ആണ്.
ആദ്യ വിമാനത്തിലെ ആഹ്ലാദം പങ്കുവച്ചതിനൊപ്പം സർവീസുകൾ മറ്റു സെക്ടറിലേക്ക് കൂടി വിപുലപ്പെടുത്താനുള്ള ആലോചനയും അറിയിച്ചു ഇൻഡിഗോ അധികൃതർ. We already, as you know, Indigo flies to Dubai, Abu Dhabi, Sharjah, and Ras Al Khaimah. And today we're very pleased and proud to also announce operations to Fujairah. And this takes the connectivity between UAE and India from 20 cities in India to Dubai, 5 cities as I mentioned, and approximately 40 times a day, more than 280 flights a week. മുംബൈയിൽ നിന്നെത്തിയ ആദ്യ വിമാനത്തിലെ അനുഭവങ്ങളിൽ യാത്രക്കാർക്കും പെരുത്ത സന്തോഷം. Are fantastic. Congratulations to the airlines, and we are really happy. And we had a safe flight. Fantastic trip. Ekdam very good service. Fantastic trip. Experience was fine. Yeah, it was very good. Mumbai to, is it the first passenger flight here also? Yeah. No, it was fine. Very good. It was very good. It was very good. Okay. The flight experience was very smooth. It was very nice. The staff was very helpful and friendly. How much time did It was 2.5 hours something. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് കേരളത്തിൽ നിന്നും മുംബൈയിൽ നിന്നും ഇൻഡിഗോ വിമാനങ്ങൾ ഫുജൈറയിൽ ചിറകു വിരിച്ച് പറന്നിറങ്ങിയത്. നാട്ടിലേക്കുള്ള യാത്രയുടെ ദുരിതം എന്നും കൂട്ടിനുള്ള പ്രവാസികൾക്ക് ഇതൊരു ആശ്വാസമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനൊപ്പം വ്യാപാരത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും സാംസ്കാരിക വിനിമയത്തിൻ്റെയും പുതിയ അവസരങ്ങൾ വിപുലപ്പെടുമെന്ന പ്രതീക്ഷയുമുണ്ട്.